ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ നക്ഷത്ര. ഇന്നലെ എൻ്റെ സ്കൂൾ ട്രിപ്പായിരുന്നു. എൻ്റെ 7ാം ക്ലാസ്സിലെ ലാസ്റ്റ് ഇയർ ആയതുകൊണ്ട് അതിൻ്റെ വീഡിയോസാണ്. ഞങ്ങൾ ആദ്യം ബുദ്ധ എന്ന് പറയുന്ന ബസ്സിലായിരുന്നു ഞങ്ങൾ പോയത്. ഞങ്ങളൊരു 5:15 ഞങ്ങൾ ഇറങ്ങി. എല്ലാ പേരൻസൊക്കെ അവരുടെ കുട്ടികളെ യാത്ര അടിക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. ഞങ്ങൾ മൊത്തം തകർത്ത് അടിച്ചാണ് പോയത്. അടിപൊളി ട്രിപ്പായിരുന്നു. എൻ്റെ ലൈഫിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പായിരുന്നു. ഞാൻ ബസ്സിൽ പോയ സമയത്തൊരു റീലിട്ടായിരുന്നു. ഞങ്ങൾ കഴിക്കാൻ കയറിയ ഹോട്ടലിലെ ഫോട്ടോസാണ്. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും രാത്രി ഡിന്നർ കഴിക്കാനും ഞങ്ങൾ ഈ ഹോട്ടലായിരുന്നു പോയത്. ഞങ്ങൾ 1 ഡേ ട്രിപ്പായിരുന്നു കേട്ടോ. ഞങ്ങളെ സ്കൂളിൽ നിന്ന് 4 തൊട്ട് 7 വരെയുള്ള കുട്ടികൾ ഈ ട്രിപ്പിൽ വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേളിയും പിന്നെ ഹാപ്പി ലാൻഡും ആയിരുന്നു ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ. ആദ്യം ഞങ്ങൾ പോയത് ഹാപ്പി ലാൻഡിലായിരുന്നു. പിന്നെ ഞങ്ങൾ വേളിയിൽ പോയി. ഞങ്ങൾ ഇഷ്ടംപോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഞങ്ങൾ വഴിയിലൊക്കെ ഇങ്ങനെ ഡാൻസ് കളിച്ച് അടിച്ച് പൊളിച്ചാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും കുറേ ലേറ്റായിരുന്നു. ഞങ്ങൾ ട്രിപ്പ് പോയത് ബുദ്ധയിലായിരുന്നു. തിരിച്ചു വന്നത് ഞങ്ങൾ ജടായുവിലായിരുന്നു. ഞങ്ങൾ 7ാം ക്ലാസ്സുകാർ എല്ലാം ഒരു ബസ്സിൽ, ബാക്കിയുള്ള ക്ലാസ്സുകാരൊക്കെ വേറൊരു ബസ്സിലായിരുന്നു. ഇതെൻ്റെ ഫ്രണ്ട് അനന്തികയാണ്. ഇവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള വ്യക്തിയാണ് ഇവൾ. ഡിസ്ക്ലെയിമർ: ഈ ഒരു വീഡിയോ കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നരുത്. ഇത് വെറും ഒരു സ്റ്റെപ്പുകൾ മാത്രമാണ് പാട്ടിൻ്റെ.
ഇതിൻ്റെ അകത്ത് ഞങ്ങളെ ടാബും മൊബൈലൊന്നും എടുത്തില്ല. ഇതൊക്കെ ടീച്ചേഴ്സിൻ്റെ മൊബൈലിൽ നിന്ന് എടുത്തതാണ്. അതുകൊണ്ട് കൂടുതൽ റൈഡ്സിൻ്റെ ഒന്നും വീഡിയോ ഇതിൻ്റെ അകത്തില്ല. ഇത് ഞങ്ങൾ ഡാഷിങ് കാർഡാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3D ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ ഫോട്ടോസൊന്നും ഇപ്പം ഇല്ല. അങ്ങനെ ഡാഷിങ് കാർഡല്ല, ഞങ്ങൾ സ്വിങ്, ഡെക്ക് സ്വിങ്, ബ്രേക്ക് ഡാൻസ്, അങ്ങനെ പല റൈഡ്സിലും ഞങ്ങൾ കയറി. പിന്നെ അവിടെ പൂളുണ്ടായിരുന്നു. പൂളായിരുന്നു ഏറ്റവും അടിപൊളി. ഞങ്ങൾ പൂളി കുറേ നേരം ഉണ്ടായിരുന്നു. പിന്നെ പാർക്കും പൂളും 20 റൈഡ്സും ഹാപ്പി ലാൻഡ് മൊത്തത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സ്വിങ്ങിനെ പറ്റിയൊന്നും പറയേ വേണ്ട. പിന്നെ ഹാപ്പി ലാൻഡിൽ നിന്നുള്ള ഞങ്ങളുടെ റൈഡിലൊക്കെ കയറ്റലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ വേളിയിലേക്ക് വന്നു. ഞങ്ങളെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ. വേളിയിൽ ഞങ്ങൾ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് പോസ്റ്റ് ചെയ്തതായിരിക്കും. വേളി ബീച്ച് ശരിക്കും കിടുക്കാച്ചയായിരുന്നു. ഞാൻ കുറേ സാധനങ്ങൾ ഞാൻ ഓടി വാങ്ങിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ ലേസർ മേടിക്കാൻ മാത്രം ഞാൻ മറന്നുപോയി. എൻ്റെ ഫ്രണ്ട്സൊക്കെ മേടിച്ചു. ആ ഒരു സാധനം ഞാൻ ലാസ്റ്റിലായിരുന്നു കണ്ടത്. അന്നേരം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ടീച്ചേഴ്സ് എല്ലാം ഞങ്ങളോട് ബസ്സിൽ കയറാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാൻ അതല്ലാതെ വേറെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. ഞാൻ ഇഷ്ടംപോലെ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിച്ചപ്പോൾ ഞാൻ ഹാപ്പി ലാൻഡിൽ നിന്നും അതുകൂടാതെ വേളിയിൽ ഞങ്ങൾ ഈ ബ്രേസ്ലെറ്റും കീ ചെയിനും പേനയൊക്കെ ആയിരുന്നു വാങ്ങിച്ചത്. ഞാൻ വേറെ സാധനങ്ങളും ടോയ്സൊന്നും അങ്ങനെ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സ് ലേസേഴ്സും പിന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കില്ല. പിന്നെ ഞാൻ നറൂട്ടോ കാർഡ്സ് വാങ്ങിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളി ബീച്ചിലെത്തി. അവിടെ ചെന്നിട്ട് ആദ്യത്തെ പരിപാടി എന്ന് തന്നെ പറയുന്നത്, ഞാൻ കേട്ടിട്ടുണ്ട് ഈ കടലമ്മക്കള്ളി എന്നൊക്കെ എഴുതി വെച്ചാൽ ഈ തിര വന്നത് മായ്ച്ചുകൊണ്ട് പോകുന്നു. എന്നാൽ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. അതിൻ്റെ ഒന്നും വീഡിയോസ് ഇപ്പം എൻ്റെ കയ്യിലില്ല. പക്ഷെ ഞങ്ങൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി. ഒന്നാന്തരം സക്സസ് ആയിരുന്നു. പിന്നെ ക്രോപ്സ് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ട് പോയത്. മൊത്തം മണ്ണായതുകൊണ്ട് നടക്കാൻ പറ്റിയില്ല. അന്നേരം ഞാൻ അത് കൈ പിടിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ശരിക്കും സൺസെറ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്കല്ല, ആദ്യം ഞങ്ങൾ സ്കൂളിലേക്ക് പോയി. പിന്നെ അവിടുന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ തിരിച്ചു വന്ന് ജഡായുവിലായിരുന്നു. ഞങ്ങൾ വേളി ബീച്ചിൽ നിന്ന് വേളി ബീച്ചിലെ ഇത് കറക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ജഡായുവിലോട്ടായിരുന്നു കയറിയത്. എൻ്റെ ജഡായുവിൽ തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ജഡായുവും ബുദ്ധയും രണ്ടും അടിപൊളി ബസ്സുകളായിരുന്നു.
ഇത് ഞങ്ങളെ ജഡായിക്കകത്തെ കാഴ്ചയാണ്. ബുദ്ധയ്ക്കകത്ത് ഞങ്ങളെ ഡിസ്കോ ലൈറ്റും സാധനങ്ങളൊക്കെ വീഡിയോ ഇങ്ങനെ ഞാൻ എടുത്തില്ലായിരുന്നു. ഞാൻ ജഡായി കയറിയപ്പോഴാണ് ഈ ലൈറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോ എടുക്കാമെന്നുള്ള ഐഡിയ എനിക്ക് തോന്നിയത്. അന്നേരം ഞാൻ ലൈറ്റിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുത്തു. ശരിക്കും ടൂറിസ്റ്റ് ബസ്സിനകത്തൊക്കെ പോകാന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല കിടക്കാച്ചി വൈബാണ്. അങ്ങനെ ഞാൻ 7 വർഷമായിട്ട് കാത്തിരുന്ന് ഞങ്ങളുടെ ട്രിപ്പ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങളെ 7ാം ക്ലാസ്സിലെ പഠിത്തം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.